അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് വ്ലോഗ്സ്. അപ്പോൾ ഞങ്ങൾ സൗദിയിൽ എത്തിയതിന് ശേഷം ആദ്യത്തെ ഒരു നോമ്പ് തുറയുടെ വിശേഷമാണ് ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചിക്കൻ കറിയും പുട്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ സവാളയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല, ഒരു ചെറിയൊരു നോമ്പ് തുറയാണ്. കാരണം ഞങ്ങൾ വന്നിട്ടൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റാനിട്ടിട്ടുണ്ട്. ചിക്കൻ കട്ട് ചെയ്ത ചിക്കനാണ് കേട്ടോ, ഫ്രഷ് ചിക്കൻ വാങ്ങിച്ചതുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം, അതിൻ്റെ സ്കിന്നൊക്കെ കളയാനുണ്ട്. അപ്പോൾ ഇത് മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം അത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ചിക്കൻ കറിക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. സാധാ ചിക്കൻ കറി അങ്ങനെ സ്പെഷ്യലൊന്നുമല്ല. അങ്ങനെ ചിക്കൻ കറി വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ വൃത്തിയാക്കിയപ്പോൾ മസാല വരട്ടി വെച്ചിട്ടുണ്ട് പൊരിക്കാനായിട്ട്. അങ്ങനെ ഇതേ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പുട്ടാണ് ഉണ്ടാക്കുന്നത്, ചിരട്ടപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ അതേ പുട്ടിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 എണ്ണം ഉണ്ടാക്കുള്ളൂ, ഞങ്ങൾ 3 പേരുള്ളൂ. അപ്പോൾ അധികമൊന്നും ഞാൻ ഉണ്ടാക്കില്ല, നോയമ്പായതുകൊണ്ട് അധികമൊന്നും കഴിക്കില്ല. പിന്നെ സമൂസയും സ്പ്രിങ് റോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ അതെടുത്ത് വെച്ചപ്പോഴേക്കും ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ എനിക്ക് പറഞ്ഞ് എന്തായാലും പുറത്തുനിന്ന് ഫ്രൈ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് സമൂസ പൊരിച്ചതും ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വരാം. ഗ്യാസ് എന്തായാലും നോമ്പൊക്കെ തുറന്നതിന് ശേഷം പോയി എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് കേക്ക്, ഇപ്പോൾ എല്ലാവരും ഒരു വൈറൽ ഐറ്റമുള്ള ഇത് ശരിക്കും ചോക്ലേറ്റിൻ്റെയാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഞാൻ മാംഗോയുടെ ഫ്ലേവറാണ് എടുത്തത്. കേക്കും മാംഗോ ജ്യൂസ് ഒഴിച്ചിട്ട് കസ്റ്റേർഡും കൂടി അതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇത് തണുത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച്, പിന്നെ ബാക്കി ഞാൻ മേശപ്പുറത്തെല്ലാം എടുത്ത് വെച്ചിട്ടാണ് കറിയും ജ്യൂസും ഫ്രൂട്ട്സും പൊരി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുക്കാനായി. അൽഹംദുലില്ലാ അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.